നിങ്ങളുടെ ബിസിനസ് ഐഡിയ ഗംഭീരമാണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഫണ്ടിംഗ് ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? എന്നാൽ ഇൻവെസ്റ്റർമാർക്ക് നിങ്ങളുടെ ഐഡിയയേക്കാൾ താല്പര്യം മറ്റൊന്നിലാണ്. വെറും 10 മിനിറ്റിനുള്ളിൽ ഒരു ഇൻവെസ്റ്റർ നിങ്ങളെ റിജക്റ്റ് ചെയ്യണോ അതോ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. നിങ്ങൾ ആ മുറിയിലേക്ക് നടന്നു കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ അതോ വെറും വാക്കുകൾ മാത്രമാണോ? ഈ വീഡിയോയുടെ അവസാനം ഇൻവെസ്റ്റർമാർ ആരോടും പറയാത്ത എന്നാൽ അവർ രഹസ്യമായി തിരയുന്ന ആ മാന്ത്രിക ഡോക്യുമെന്റ് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ കോടിക്കണക്കിന് രൂപയാണ് സമാഹരിച്ചത്. പക്ഷെ അതിൽ 90% ലഭിച്ചത് കൃത്യമായ ഹോംവർക്ക് ചെയ്തവർക്ക് മാത്രമാണ്. ഫോബ്സ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം പരാജയപ്പെടുന്ന 40% പിച്ചുകളും സംഭവിക്കുന്നത് കൃത്യമായ ഡേറ്റയുടെ അഭാവം മൂലമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്ററെ കാണും മുൻപ് നടത്തേണ്ട 5 ക്വാളിറ്റി ചെക്കുകൾ മനസ്സിലാക്കും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂട്ടാൻ വേണ്ട ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തും. ഒടുവിൽ ഒരു പ്രൊഫഷണൽ പിച്ച് എങ്ങനെ നടത്തണമെന്ന് കൂടി പഠിക്കും. എന്നാൽ ഇതിനെല്ലാം മുൻപ് ഒരു ഇൻവെസ്റ്റർ നിങ്ങളുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ നോക്കുന്ന ആ ഒരു റെഡ് ഫ്ലാഗ് എന്താണ്? അത് മിക്കവരും ശ്രദ്ധിക്കാറില്ല. അതിനെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് ഒരു 6 വയസ്സുകാരന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്ററെ കാണാൻ തയ്യാറായിട്ടില്ല എന്നതാണ് അർത്ഥം. ഇൻവെസ്റ്റർമാർക്ക് വേണ്ടത് സങ്കീർണമായ കുറച്ച് വാക്കുകളല്ല, മറിച്ച് സ്കേലബിലിറ്റിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മൾ കാണുന്ന വമ്പൻ ബ്രാൻഡുകൾ, ഉദാഹരണത്തിന് സൊമാറ്റോയുടെ തുടക്കകാലം, അവർ ഭക്ഷണത്തെക്കുറിച്ചല്ല സംസാരിച്ചത്, മറിച്ച് റെസ്റ്റോറൻറ്റുകൾ എങ്ങനെ ഡിജിറ്റലായി വളരാം എന്ന ഗ്യാപ്പിനെ കുറിച്ചാണ്. കാരണം നിങ്ങൾ വിൽക്കുന്നത് ഒരു പ്രോഡക്റ്റ് അല്ല, മറിച്ചൊരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. നിങ്ങളുടെ പിച്ചിൽ ഈ ലാളിത്യമുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കൂ. ഇനി മറ്റൊരു കാര്യം, പലരും കരുതുന്നത് വലിയൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഏറെക്കുറെ നടക്കുന്നതാണ്. സത്യത്തിൽ സ്ലൈഡുകളേക്കാൾ പ്രധാനം നിങ്ങളുടെ പക്കലുള്ള നമ്പറുകളാണ്. വാക്കുകൾ കൊണ്ട് ആരെയും വിശ്വസിപ്പിക്കാം, പക്ഷെ പേപ്പറുകൾ നുണ പറയാറില്ല. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ച നിങ്ങളുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ആ 5 പ്രധാന രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഡീറ്റെയിൽഡ് പിച്ച് ഡെക്ക്. വെറും 10 മുതൽ 12 സ്ലൈഡുകൾ മാത്രം മതിയാകും. അതിൽ പ്രോബ്ലം, സൊല്യൂഷൻ, മാർക്കറ്റ് സൈസ് എന്നിവ കൃത്യമായിരിക്കണം. 2. ഫൈനാൻഷ്യൽ മോഡൽ. അടുത്ത 3 വർഷം നിങ്ങളുടെ ബിസിനസ് എങ്ങനെ പണം ഉണ്ടാക്കും എന്നതിൻ്റെ കൃത്യമായ കണക്കുണ്ടാവണം. 3. MIS ആൻഡ് ട്രാക്ഷൻ റിപ്പോർട്ട്. ഇതുവരെ നിങ്ങൾ എന്ത് നേടി? നിങ്ങൾക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്? 4. ക്യാപ് ടേബിൾ. ബിസിനസ്സിൽ ആർക്കൊക്കെ എത്ര ശതമാനം ഓഹരിയുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം വേണം. 5. മാർക്കറ്റ് റിസർച്ച് ഡേറ്റ. നിങ്ങളുടെ നിഗമനങ്ങൾ വെറും ഊഹങ്ങളല്ല എന്ന് തെളിയിക്കുന്ന ഡേറ്റ ഉണ്ടാവണം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു മാന്ത്രിക ഡോക്യുമെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ യൂണിറ്റ് എക്കണോമിക്സ് റിപ്പോർട്ടാണ്. 1 രൂപ ചെലവാക്കിയാൽ നിങ്ങൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും എന്ന് ഇൻവെസ്റ്റർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നോ പറയാൻ കഴിയില്ല. അപ്പോൾ ഈ 5 ഡോക്യുമെന്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പകുതി യുദ്ധം ജയിച്ചു കഴിഞ്ഞു. എന്നാൽ ബാക്കി പകുതി തീരുമാനിക്കുന്നത് ആ ഇൻവെസ്റ്റർ മീറ്റിംഗിലെ നിങ്ങളുടെ പെർഫോമൻസ് ആണ്. ഒരു ഇൻവെസ്റ്റർക്ക് നിങ്ങളുടെ ഐഡിയയിൽ താല്പര്യം തോന്നാൻ 1.5 മിനിറ്റ് മതി. നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു വലിയ കഥയായി പറയാതെ വളരെ ലളിതമായി അവതരിപ്പിക്കുക. അതിന് ഒരു ഫോർമുലയുണ്ട്. അതിതാണ്: ഞങ്ങൾ ആരാണോ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, അവരുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം പരിഹരിക്കുന്നു. അതിനായി നിങ്ങൾ എന്താണോ, അതായത് നിങ്ങളുടെ സർവീസ്, അത് നൽകുന്നു. ഇതിലൂടെ അവർക്ക് ഈ ബെനഫിറ്റ് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഞങ്ങൾ കേരളത്തിലെ ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് സിറ്റികളിലെ വീടുകളിൽ എത്തിക്കുന്നു. ഇതിലൂടെ കർഷകർക്ക് 30% കൂടുതൽ ലാഭവും ഉപഭോക്താക്കൾക്ക് വിഷമില്ലാത്ത പച്ചക്കറിയും ലഭിക്കുന്നു. മനസ്സിലായോ? അടുത്തത്, ഇൻവെസ്റ്റർമാർക്ക് കണക്കുകളോടാണ് താല്പര്യം. ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതിന് പകരം കഴിഞ്ഞ 3 മാസത്തിനിടെ ഞങ്ങളുടെ കസ്റ്റമർ ബേസ് 25% വളർന്നു എന്ന് പറയുക. ഒപ്പം കുറച്ച് കണക്കുകൾ കൂടി കാണിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ആ കണക്കുകൾ? 1. CAC അഥവാ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഒരു പുതിയ കസ്റ്റമറെ കിട്ടാൻ നിങ്ങൾക്ക് എത്ര രൂപ ചെലവാകുന്നു? 2. LTV ലൈഫ് ടൈം വാല്യൂ. ഒരു കസ്റ്റമർ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് എത്ര കാലം സാധനങ്ങൾ വാങ്ങും? ഈ 2 കണക്കുകളും നിങ്ങളുടെ പിച്ചിലുണ്ടെങ്കിൽ നിങ്ങളൊരു സീരിയസ് ഫൗണ്ടർ ആണെന്ന് അവർക്ക് മനസ്സിലാകും. 3. ടീമിൻ്റെ കരുത്ത് കാണിക്കുക. ഇൻവെസ്റ്റർമാർ പണം മുടക്കുന്നത് നിങ്ങളുടെ ഐഡിയയിൽ മാത്രമല്ല, മറിച്ച് അത് നടപ്പിലാക്കാൻ പോകുന്ന ടീമിൽ കൂടിയാണ്. നിങ്ങളുടെ ടീമിലെ ഓരോരുത്തർക്കും ആ ബിസിനസ് മേഖലയിലുള്ള മുൻപരിചയം എടുത്തു പറയുക. ആ ബിസിനസ് പരാജയപ്പെട്ടാലും അത് തിരിച്ചു പിടിക്കാൻ ശേഷിയുള്ളവരാണ് നിങ്ങളെന്ന് അവർക്ക് തോന്നണം. 4. ദ എക്സിറ്റ് സ്ട്രാറ്റജി വ്യക്തമാക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ പണം മുടക്കിയാൽ ആ ഇൻവെസ്റ്റർക്ക് എങ്ങനെ ലാഭത്തോടെ തിരിച്ചിറങ്ങാൻ കഴിയുമെന്ന് വ്യക്തമാക്കണം. ഭാവിയിൽ വലിയൊരു കമ്പനി നിങ്ങൾ ഏറ്റെടുക്കുമോ?
അതോ കമ്പനി IPO വഴി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമോ? ഇൻവെസ്റ്റർക്ക് ലാഭം എങ്ങനെ കിട്ടുമെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുക. 5, കോൺഫിഡൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ്. നിങ്ങളുടെ പക്കൽ കോടിക്കണക്കിന് രൂപയുടെ ഐഡിയ ഉണ്ടാകാം, പക്ഷെ അത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഇൻവെസ്റ്റർ പിന്നോട്ട് പോകും. അതുകൊണ്ട് നേരെ നോക്കി സംസാരിക്കുക. ചോദ്യങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത്. കഠിനമായ കുറേ അധികം ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നത് ആ ഇൻവെസ്റ്റർക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ താല്പര്യമുള്ളതുകൊണ്ടാണ്. അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല, പഠിച്ചിട്ട് പറയാമെന്ന് തുറന്നു പറയുന്നത് നിങ്ങളുടെ സത്യസന്ധത അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി വർദ്ധിപ്പിക്കും. ഒപ്പം നിങ്ങളുടെ പിച്ച് അവസാനിക്കുമ്പോൾ ഇൻവെസ്റ്റർക്ക് ഒരു കോൾ ടു ആക്ഷൻ നൽകുക. ഞങ്ങളുടെ അടുത്ത റൗണ്ട് ഫണ്ടിങ്ങിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വിശദമായി ഒന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കുന്നത് അവരെ ആ തീരുമാനത്തിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് ആ റെഡ് ഫ്ലാഗിനെ കുറിച്ച് സംസാരിക്കാം. ഇൻവെസ്റ്റർമാർ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഭയപ്പെടുന്ന, എന്നാൽ പല സ്റ്റാർട്ടപ്പ് ഫൗണ്ടർമാരും നിസ്സാരമായി കാണുന്ന ആ റെഡ് ഫ്ലാഗ് ഹൈ ബേൺ റേറ്റ് വിത്ത് ലോ LTV ആണ്. ലളിതമായി പറഞ്ഞാൽ, ഒരു കസ്റ്റമറെ പിടിക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന പണവും ആ കസ്റ്റമറിൽ നിന്ന് ബിസിനസ്സിന് ആകെ ലഭിക്കുന്ന ലാഭവും തമ്മിലുള്ള പൊരുത്തക്കേട്. ഇൻവെസ്റ്റർമാർ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ ഇനി പറയുന്നവയാണ്. 1, പണം കത്തിച്ചുണ്ടാക്കുന്ന വളർച്ച. ദാറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ ഗ്രോത്ത്. നിങ്ങൾ ഡിസ്കൗണ്ടുകൾ നൽകിയും വൻതോതിൽ പരസ്യം നൽകിയുമാണ് കസ്റ്റമേഴ്സിനെ നേടുന്നതെങ്കിൽ ഇൻവെസ്റ്റർമാർക്ക് അതൊരു വലിയ അപകട സൂചനയാണ്. അപ്പോൾ അവരുടെ ചോദ്യം ഇതായിരിക്കും: നിങ്ങൾ ഈ ഡിസ്കൗണ്ട് നിർത്തുന്ന ദിവസം ആ കസ്റ്റമർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ? കാരണം വാലറ്റിൽ ക്യാഷ് ബാക്ക് ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ നിങ്ങളുടെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് മോഡലല്ല, മറിച്ച് വെറും പണം കത്തിക്കൽ മാത്രമാണ്. 2, കസ്റ്റമർ റീറ്റൻഷൻ ഇല്ലാത്ത അവസ്ഥ, ദ ലീക്കി ബക്കറ്റ്. നിങ്ങളുടെ ബിസിനസ് ഒരു ഓട്ടപാത്രം പോലെയാണോ എന്നവർ നോക്കും. മുകളിൽ നിന്ന് പുതിയ കസ്റ്റമേഴ്സിനെ പണം കൊടുത്തു നിറയ്ക്കുന്നു, എന്നാൽ അടിയിലൂടെ പഴയ കസ്റ്റമേഴ്സ് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കസ്റ്റമറെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ചിലവാക്കുന്ന തുക തിരിച്ചു പിടിക്കാൻ മാസങ്ങളെടുക്കും. അതിനു മുൻപേ ആ കസ്റ്റമർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ ഓരോ പുതിയ കസ്റ്റമറും നിങ്ങൾക്ക് നഷ്ടമാണ് വരുത്തുന്നത്. 3, മോശം യൂണിറ്റ് എക്കണോമിക്സ്. ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത്? ഉദാഹരണത്തിന് 100 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുമ്പോൾ അത് നിർമ്മിക്കാനും മാർക്കറ്റ് ചെയ്യാനും ഡെലിവറി ചെയ്യാനും കൂടി 110 രൂപ ചിലവാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വിൽക്കും തോറും കൂടുതൽ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. സ്കെയിൽ ചെയ്യുമ്പോൾ ശരിയാകും എന്ന വാദം ഇന്ന് ഇൻവെസ്റ്റർമാർ അംഗീകരിക്കാറില്ല. ഇനി ഇതിനെ എങ്ങനെ പരിഹരിച്ച് ഒരു ഗ്രീൻ ഫ്ലാഗ് ആക്കി മാറ്റാം? ഇൻവെസ്റ്ററുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങളുടെ LTV/CAC റേഷ്യോ 3:1 എങ്കിലുമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഒരു കസ്റ്റമറെ കിട്ടാൻ നിങ്ങൾ 100 ചെലവാക്കിയാൽ ആ കസ്റ്റമറിലൂടെ ബിസിനസ്സിന് 300 രൂപയെങ്കിലും ലാഭം കിട്ടണം. ഇക്കാര്യം നിങ്ങൾ മുൻകൂട്ടി കണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കിയാൽ നിങ്ങൾ സ്വപ്ന ലോകത്തുള്ള ഒരാളല്ല, മറിച്ച് കണക്കുകൾ അറിയുന്ന ഒരു പ്രൊഫഷണൽ ബിസിനസ്സുകാരനാണെന്ന് ആ ഇൻവെസ്റ്റർക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ബിസിനസ് ഐഡിയയ്ക്ക് ഫണ്ട് കിട്ടുന്നതിലാണോ അതോ സ്വന്തം ലാഭം കൊണ്ട് വളർത്തുന്നതിലാണോ നിങ്ങൾക്ക് താല്പര്യം? പലരും പറയുന്നത് ഫണ്ടിങ് കിട്ടിയാൽ മാത്രമേ ബിസിനസ് വിജയിക്കൂ എന്നാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇത്തരത്തിലുള്ള ഡീപ്പ് ബിസിനസ് അനാലിസിസ് ഇനിയും വേണമെങ്കിൽ ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബിസിനസ് ലോകത്തെ മാറ്റങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ ഇത് തീർച്ചയായും നിങ്ങളെ സഹായിക്കും.